my people, my name is Iris and welcome back to my YouTube video. So this is my best friend Pinky. Pinky ഓക്സ്ഫോർഡാണ് നിൽക്കുന്നത്. അവളിവിടെ നേഴ്സാണ്. ആൻഡ് ഞാനിന്ന് അവളുടെ ഒപ്പം കറങ്ങാൻ ഇറങ്ങിയേക്കാണ്. ഒരു വീക്കെൻഡ് കിട്ടിയപ്പോൾ പിങ്കിൻ്റെ അടുത്ത് പറഞ്ഞു ബാ കയറിപ്പോരെ, ഫുൾ ട്രീറ്റ് എൻ്റെ വക എന്ന് പറഞ്ഞു ബസ് ടിക്കറ്റ് വരെ എനിക്ക് എടുത്തു തന്നു. അങ്ങനെ ഞാൻ അവളുടെ വീട്ടിൽ ഒരു 2-3 days സ്പെൻഡ് ചെയ്യാൻ പോയതാണ്. ഓക്സ്ഫോർഡ് ഇസ് എ വെരി വെരി ബ്യൂട്ടിഫുൾ പ്ലേസ്. നമുക്കിങ്ങനെ കണ്ടിങ്ങനെ നമ്മൾ ആസ്വദിക്കാൻ പറ്റും. റോഡിൽ കൂടെ ഇങ്ങനെ നടന്നു പോകുമ്പോണ്ടല്ലോ, ഇറ്റ്സ് ലൈക്ക് ഓ മൈ ഗോഡ്, ആ ഒരു ഫീലാണ് ശരിക്കും. ഇറ്റ് വാസ് എ വെരി ബ്യൂട്ടിഫുൾ പ്ലേസ്. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഡെഫിനറ്റ്ലി റീവിസിറ്റ് ചെയ്യാൻ തോന്നുന്ന ഒരു പ്ലേസാണ്. സോ ഈ ഏരിയ ഞങ്ങൾ ചുറ്റി നടന്ന് കണ്ടു. ഫുൾ അറ്റം വരെ പോയി തിരിച്ചു വന്നു. ഇഷ്ടം പോലെ തൃപ്തി അടങ്ങണ വരെ ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തു. എന്നിട്ട് ഞങ്ങൾ അടുത്ത സ്പോട്ടിലോട്ട് പോകാൻ പോവാണ്. പാവൻ്റെ പിങ്കി എനിക്ക് കുറേ ഫോട്ടോസ് എടുത്തു തന്നു. ഞാനും ഒക്കെ എടുത്തു കൊടുത്തു. ഞങ്ങൾ ഹാപ്പി ആയിട്ട് പുറത്തോട്ട് വരിക. എനിക്കറിയില്ല, എൻ്റെ വായിൽ ഈ ഇടയ്ക്ക് ഈ ഒരു സാധനം വരുന്നുണ്ട്, ഹാപ്പി ആ സാധനം. ഓക്കെ, അപ്പോൾ ഞങ്ങൾ അടുത്ത ഡെസ്റ്റിനേഷനിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. സത്യം പറഞ്ഞാണ്ടല്ലോ, ആക്ച്വലി ഞാൻ ഈ വീഡിയോ എടുത്തത് ഐ തിങ്ക് ഇറ്റ്സ് ലിറ്ററലി 3 months ബാക്ക്, 3 മാസം മുന്നേ ആണ്. ഞാൻ ഈ വീഡിയോ ഇപ്പോൾ കാണുമ്പോൾ എനിക്ക് അന്നത്തെ മെമ്മറീസൊക്കെ ഇങ്ങനെ വരുന്നു. ഐ ഫീൽ ഹാപ്പി. ഞാൻ ഈ വീഡിയോ എഡിറ്റ് ചെയ്യാൻ എടുത്തപ്പോൾ ഞാൻ അപ്പം തന്നെ ഒക്കെ മെസ്സേജ് എനിക്ക് മിസ് ചെയ്യുക എന്നൊക്കെ പറഞ്ഞിട്ട്, ലൈക്ക് ഐ മീൻ ഭയങ്കര ഒരു വേറൊരു ഫീൽ. നമ്മളത് പിന്നെ എടുത്ത് കാണുമ്പോൾ, ഞാൻ അപ്പം എഡിറ്റ് ചെയ്യുമ്പോൾ ഞാനത് ചിലപ്പോൾ ഞാനത് എടുത്ത് നോക്കിയെന്ന് വരില്ല. പക്ഷേ ഇത് ആക്ച്വലി എനിക്ക് എഡിറ്റ് ചെയ്യാൻ സമയം ഉണ്ടായിരുന്നില്ല, പിന്നെ കുറച്ച് മടിയായി, അതുകൊണ്ടാണ് ഇത്രയും ഡിലേ ആയത്. പക്ഷെ അത് പിന്നെ എടുത്ത് കാണുമ്പോൾ വേറൊരു ഫീല്. ഐ എം നോട്ട് അറ്റ് ഓൾ സേവിങ് മൈസെൽഫ് ഫോർ ബീയിങ് ലേസി, സോറി ഗൈസ്. ഇതിവിടുത്തെ ഒരു ഫേമസ് ബേക്കറിയാണ് പോൾ. സത്യം പറഞ്ഞാൽ എനിക്കിതിനെപ്പറ്റി അറിയില്ലായിരുന്നു. അവൾ പറഞ്ഞപ്പോഴാണ് ഞാൻ കേട്ടിട്ട് തന്നെ ഉള്ളത്. ആൻഡ് ഈ ഒരു സ്ട്രീറ്റ് ഉണ്ടല്ലോ, ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ്. ഭയങ്കര ബ്യൂട്ടിഫുൾ എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് സോ പ്രിറ്റി. നമ്മുടെ ആ സ്ട്രീറ്റിൽ കൂടെ നടന്നു വരുമ്പോൾ ലൈക്ക് അപ്പുറയും ഇപ്പുറയും ക്യൂട്ട് ബിൽഡിങ്സ്, അതും മോസ്റ്റ്ലി ഇങ്ങനത്തെ ഒരു ഷെയ്ഡാണ്. അത് വേറൊരു ഫീലാണ്. ഞങ്ങളിങ്ങനെ എൻജോയ് ചെയ്ത് നടന്നു വരുമായിരുന്നു. എന്നിട്ട് ഓരോ കോർണേഴ്സ് കാണുമ്പോൾ ലൈക്ക് വി ഫീൽ ലൈക്ക് ക്യാപ്ചറിങ് എവറിത്തിങ്. ലൈക്ക് എല്ലാം ഇങ്ങനെ എടുക്കാൻ തോന്നുക, അവിടെ നിന്ന് ഫോട്ടോ എടുക്കാൻ തോന്നുക, അവിടെ നിന്ന് വീഡിയോ എടുക്കാൻ തോന്നുക. ഞങ്ങൾ മാക്സിമം പറ്റുന്ന പോലെ ഒക്കെ എടുത്തിട്ടുണ്ട്. കണ്ടോ, ഈ ഒരു ലൈക്ക് നമ്മൾ ഓരോ കോർണറിൽ കൂടെ നടന്ന് ഒരു എൻഡ് എത്തുമ്പോൾ വിൽ ഹാവ് എ വെരി ബ്യൂട്ടിഫുൾ വ്യൂ. ഈ ഒരു വ്യൂ ആയിരുന്നു ആ ഒരു ലൈക്ക് ലൈനിൽ നിന്ന് നടന്ന് വന്നപ്പോൾ കണ്ടത്. ഇറ്റ് വാസ് വെരി വെരി ബ്യൂട്ടിഫുൾ. അവിടെ കൂടെ ഒരു ജെറ്റും പോകുന്നുണ്ട്. ആൻഡ് യുനോ ലൈക്ക് ഇത് കണ്ടപ്പോൾ ആക്ച്വലി എൻ്റെ മനസ്സിൽ ഉണ്ടായ ഫീൽ എന്താണെന്ന് വെച്ചാൽ ലൈക്ക് ഐ റിയലി മിസ് മൈ പേരൻസ്. എന്താണെന്നറിയില്ല, എനിക്കിങ്ങനെ അയ്യോ ഇവിടെയൊക്കെ വീട്ടുകാരെ കൊണ്ടുവരണം എന്നുള്ളൊരു സാധനം എനിക്ക് കിട്ടി. ലൈക്ക് എനിക്ക് തോന്നുന്നത് എല്ലാവർക്കും വരുന്നൊരു ഫീലാണ്. നമ്മളൊരു ഫ്രണ്ട്സായിട്ട് നമ്മളൊരു ഒറ്റയ്ക്ക് നല്ലൊരു സ്ഥലം കാണാൻ പോകുമ്പോൾ ഓബ്വിയസ്ലി ഇതൊക്കെ കാണാൻ ഇൻട്രസ്റ്റ് ഉള്ള ഇപ്പോൾ എൻ്റെ മമ്മി, ലൈക്ക് എസ്പെഷ്യലി മമ്മി, എൻ്റെ പപ്പയ്ക്ക് എന്ന് പറഞ്ഞാൽ ഹീ ലൈക്സ് ഇറ്റ്, ഹീ എൻജോയ്സ് ഇറ്റ്. പക്ഷേ മേ ബി ഹീ ഈസ് നോട്ട് എക്സ്പ്രസീവ്. അങ്ങനെ അധികം അടിപൊളി എന്ന് വാഗൊണ്ട് പറയില്ലായിരിക്കും. ബട്ട് സ്റ്റിൽ അങ്ങനെ എക്സൈറ്റഡ് ആണെന്ന് ഞാൻ കണ്ടിട്ടില്ല. മേ ബി ഡീപ്പ് ഡൗൺ പപ്പയ്ക്ക് സെയിം എക്സൈറ്റ്മെൻറ്റ് ഉണ്ടാവും കേട്ടോ. പക്ഷെ മമ്മി ഭയങ്കര എക്സ്പ്രസീവാണ്. മമ്മിക്ക് ഇങ്ങനെ അയ്യോ എന്ത് രസം അങ്ങനെ എന്നെ പോലെ മമ്മി കുറച്ച്, ഐ മീൻ ഞാൻ മമ്മീനെ പോലെയാണ് കുറച്ചുകൂടെ. സോ മമ്മി എനിക്കിങ്ങനെ അയ്യോ കാണിക്കണം, വീട്ടുകാരൊക്കെ കാണിക്കണം ഈ സ്ഥലം, ഇവിടെയൊക്കെ കൊണ്ടുവരണം എന്നുള്ളൊരു ഫീൽ എനിക്ക് വന്നു. ലിറ്ററലി എനിക്ക് അങ്ങനെ എപ്പോഴും നല്ല നല്ല സ്ഥലങ്ങളിൽ പോകുമ്പോൾ എനിക്ക് ആ ഒരു റിഗ്രറ്റ് വരും. അയ്യോ ഞാൻ ഒറ്റയ്ക്ക് വന്നില്ല, അവരെ കാണിക്കണമായിരുന്നു എന്നുള്ളൊരു ഫീല്. ആൻഡ് ഞാൻ നടന്നു പോണ ഒരു സീൻ കണ്ടോ, ഐ ഫെൽ ലൈക്ക് ക്രിഷ്. തോന്നിയോ നിങ്ങൾക്ക് തോന്നിയോ, അതോ എനിക്ക് മാത്രമാണോ തോന്നിയത്? അതൊക്കെ പോട്ടെ. സോ അവിടെ നിന്ന് ഇറങ്ങി ലൈക്ക് നമ്മൾ നേരത്തെ കണ്ടൊരു ബിൽഡിംഗ് ഇല്ലേ, വാവ് ആയിട്ടുണ്ടെന്ന് ഞാൻ പറഞ്ഞ ബിൽഡിംഗ്, ആ ബിൽഡിങ്ങിൻ്റെ ബാക്ക് സൈഡാണിത്.
ലിറ്ററലി ദ ബാക്ക് സൈഡ്. എനിക്ക് കുറച്ചുകൂടെ അപ്പുറത്തെ സൈഡാണ് ഇഷ്ടമായത്. അത് കഴിഞ്ഞിട്ട് അവിടെ ഒരു കുഞ്ഞു എസ്തറ്റിക് ഒരു ക്യാഫെ ഉണ്ടായിരുന്നു. ഞങ്ങളവിടെ ചെന്നപ്പോഴത്തേനും അവർ പറഞ്ഞു ക്ലോസ് ആയി എന്ന്. അപ്പോൾ ഞങ്ങൾ അപ്പുറത്തെ വഴി ഇറങ്ങിപ്പോന്നു. അത് കഴിഞ്ഞ് ഒരു ഫോൺ ബൂത്ത് കണ്ടപ്പോൾ അവിടെ നിന്ന് കുറച്ച് ഫോട്ടോസും വീഡിയോസും എടുത്തു. അങ്ങനെ ഞാൻ കൊറിയൻ ഫുഡ് ട്രൈ ചെയ്യാൻ വന്നതാണ്. ഐ എം നോട്ട് എ ഗ്രേറ്റ് ഫാൻ ഓഫ് കൊറിയൻ ഫുഡ്. എനിക്ക് കൊറിയൻ ഫുഡ് ടേസ്റ്റ് ചെയ്യണം, ട്രൈ ചെയ്യണം, എനിക്കങ്ങനെ തോന്നാറില്ല. എനിക്ക് സൂഷി ഇഷ്ടപ്പെടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ബിക്കോസ് ലിറ്ററലി ഐ ഹേറ്റ് ഫിഷ്. അപ്പോൾ പച്ചമീൻ എന്നൊക്കെ പറഞ്ഞാൽ എനിക്ക് തീരെ ഇഷ്ടാവില്ല. പക്ഷേ ഇവൾ എന്നെ റാമൻ കഴിക്കാൻ കൊണ്ടുവന്നതാണ്. ഞാൻ ട്രൈ ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞപ്പോൾ ഷീ ടോൾഡ് മീ ഗിവ് ഇറ്റ് എ ട്രൈ, നിനക്ക് ചിലപ്പോൾ ഇഷ്ടമാവും എന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങളിത് രണ്ടും മേടിച്ച് കഴിച്ചു. ആൻഡ് ലിറ്ററലി സ്പീക്കിംഗ് എനിക്ക് ഇഷ്ടപ്പെട്ടു. ഐ റിയലി ലവ്ഡ് ഇറ്റ്. എനിക്ക് 2 ഫുഡ് ഇഷ്ടമായി. ആൻഡ് അവിടെ നിന്ന് ഇറങ്ങി ഞങ്ങളൊരു വേറൊരു കാഫേയിൽ വന്നു ഒരു ഡെസേർട്ട് ട്രൈ ചെയ്യാൻ. ആൻഡ് എനിക്ക് ഹാപ്പി ആയ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഷീ വാസ് ലൈക്ക്, എടി നിനക്ക് ഇഷ്ടപ്പെടുന്ന ഒരു ക്യാഫേ ഉണ്ട്, നിനക്ക് ഇഷ്ടപ്പെടുന്ന ടൈപ്പ് ഒരു ക്യാഫേ ഉണ്ട്, നമുക്ക് അവിടെ പോവാം, നമുക്ക് ഡെസേർട്ട് കഴിക്കാൻ പോവാം. ഷീ വാസ് ലൈക്ക് ഷീ നോസ് എനിക്ക് എന്താണ് എൻ്റെ ലൈക്സ് ആൻഡ് ഡിസ്ലൈക്സ്, എനിക്ക് എന്താ ഇഷ്ടപ്പെടുക, എനിക്ക് എന്താ പറയുക, എൻ്റെ കൈൻഡ് ഓഫ് വൈബ് എന്താ ഷീ നോസ്. എന്നിട്ട് അവൾ എൻ്റെ അടുത്ത് പറയാം, നിനക്ക് ഇഷ്ടപ്പെടുന്ന ഒരു ടൈപ്പ് ക്യാഫേ ഉണ്ട്, നമുക്ക് അവിടെ പോവാം. ആൻഡ് എനിക്ക് അങ്ങനെ പറയുന്നത് ടു ബി ഓണസ്റ്റ് ഭയങ്കര ഇഷ്ടം. എനിക്ക് മാത്രമല്ല, ലൈക്ക് ഫോർ എവ്രി വൺ, നമ്മുടെ ഇഷ്ടങ്ങൾ മനസ്സിലാക്കി നമുക്കത് ഇഷ്ടപ്പെടും, നമുക്ക് അവിടെ പോവാം എന്ന് ഇങ്ങോട്ട് പറയുമ്പോൾ വിൽ ബി ലൈക്ക് നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിൽ ലഡ്ഡു പൊട്ടില്ലേ, എനിക്ക് ആ ഒരു ഫീലായിരുന്നു. എനിക്ക് ഭയങ്കര. എന്നിട്ട് അവൾ എനിക്ക് മിൽക്ക് കേക്ക് മേടിച്ചിരുന്നു, ഭയങ്കര ടേസ്റ്റി ആയിരുന്നു, എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഓക്കെ, സോ ഇതാണ് ആ കഫേയുടെ ഒരു പുറത്തൊരു സ്പേസ് ആൻഡ് ഇറ്റ്സ് കോൾഡ് ട്രീഡ്സ്. ദാറ്റ്സ് ഓൾ. സോ അത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഐ ഹോപ്പ് യു ഗൈസ് എൻജോയ്ഡ് ഇറ്റ്. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ പ്ലീസ് ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. അപ്പോൾ ഓക്കെ, ബൈ.